LSS USS പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും അവാർഡ് വിതരണവും പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് കുട്ടികൾ എല്ലാ വർഷവും പങ്കെടുക്കുന്നതും പഠന മികവിന്റെ തെളിവെന്ന നിലയ്ക്ക് പൊതുവിദ്യാലയങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്നതുമായ പരീക്ഷയാണ് LSS USS സ്കോളർഷിപ്പ് പരീക്ഷകൾ. കുട്ടികൾ ഇതിനായി നീണ്ട തയ്യാറെടുപ്പാണ് നടത്തുന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി LSS പരീക്ഷയും 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി USS പരീക്ഷയുമാണ് നടത്തുന്നത്. LSSന് 60% മാർക്കും USSന് 70% മാർക്കും നേടുന്നവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. പിറവം വിദ്യാഭ്യാസ ഉപജില്ലയിൽ 45 സ്കൂളുകളാണ് LSS USS പരീക്ഷയിൽ വിദ്യാർത്ഥികൾ പങ്കെടുപ്പിച്ചത്. ഇതിൽ 65 കുട്ടികളാണ് LSS USS സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കിയത്. LSS പരീക്ഷയിൽ 11 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് കരസ്ഥമാക്കി മണിയട് ഗവൺമെന്റ് LP സ്കൂളും 5 കുട്ടികളെ വീതം പങ്കെടുപ്പിച്ച USS പരീക്ഷയിൽ പാമ്പാക്കുട MTM ഹയർ സെക്കൻഡറി സ്കൂൾ, അഞ്ചൽപ്പെട്ടി സെന്റ് മേരീസ് UP സ്കൂൾ എന്നിവരും പ്രത്യേക പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പിറവം കുന്നുംപുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗവും അവാർഡ് വിതരണവും പിറവം മുനിസിപ്പൽ വൈസ് ചെയർമാൻ KP സലീം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന രൂപമുള്ള വിദ്യാഭ്യാസം നടപ്പാക്കിയ ഒരു നാട് കേരളമാണ്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന ഭരണഘടനാ വാഗ്ദാനം കേരളത്തിൽ 100% നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളുമാണ് വിദ്യാഭ്യാസ രംഗത്ത് ആദ്യപടി എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. പക്ഷെ പിന്നീട് ഉണ്ടായ അശ്രദ്ധ മൂലം സർക്കാർ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ പോലും ഇടിഞ്ഞു പൊളിഞ്ഞ രൂപത്തിലേക്ക് മാറി. ഇന്ന് നമ്മുടെ ഈ സ്കൂളിന്റെ കെട്ടിടം തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിന്റെ കെട്ടിടമാണ്. അപര്യാപ്തതയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റ് കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത ഒരു സ്കൂളാണ് പിറവത്തെ കുന്നുംപുറം സ്കൂളുകൾ. നമുക്ക് എല്ലാ രംഗത്തും കുട്ടികൾക്ക് പഠന മികവ് ഉണ്ടാക്കുവാൻ കഴിയുന്നതിന്റെ ഭാഗമാണ് ഇന്ന് കുട്ടികളുടെ തോൽവി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇന്ന് 100% കുട്ടികൾ ജയിപ്പിക്കുന്ന സ്കൂളുകളുടെ എണ്ണം കൂടി വരികയാണ്. കാലത്തിനനുസൃതമായി കുട്ടികളുടെ ബുദ്ധി വികാസങ്ങൾ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് അവർക്ക് എല്ലാവർക്കും ജയിക്കാൻ കഴിയുന്നത്, എല്ലാവർക്കും മെച്ചപ്പെട്ട പഠന നിലവാരം ഉണ്ടാക്കാൻ കഴിയുന്നതിന്റെ ഫലമായിട്ടാണ്. അതിനെ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഇവിടെ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പും അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്നുള്ള LSS USS എന്ന രൂപത്തിൽ നമ്മുടെ സ്കൂളുകളിലെ LP വിഭാഗം കുട്ടികൾക്കും UP വിഭാഗം കുട്ടികൾക്കും ഈ മത്സര പരീക്ഷ നടത്തുന്നത്. അതിലൂടെ മികവ് പുലർത്തുന്ന കുട്ടികൾ മെച്ചപ്പെട്ട നിലകളിലേക്ക് അവരുടെ ആ മികവ് നിലനിർത്തി മുമ്പോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് അധ്യക്ഷത വഹിച്ചു. അതുപോലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 14ാം സ്ഥാനമായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് 6ാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് കുട്ടികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അതുപോലെ അടുത്ത വർഷവും നമുക്ക് മുഴുവൻ 100 പേരും പാസ്സാകുകയും അതുപോലെ സമ്മാനം വാങ്ങുകയും ചെയ്യാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ചെറിയ കുഞ്ഞു മക്കൾ വരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ കുഞ്ഞു മക്കളും എല്ലാവരും ഈ ഒരു LSSന്റെയും USSന്റെയും പരീക്ഷ എഴുതുവാനും എഴുതിയവരും വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അധ്യാപകൻ MA അനിൽ പദ്ധതി വിശദീകരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്യാമളവർണ്ണൻ സ്വാഗതവും ബെന്നി പോൾ കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് ഈ അധ്യയന വർഷം ഫെബ്രുവരിയിൽ പരീക്ഷ എഴുതുന്ന LSS USS വിദ്യാർത്ഥികൾക്കായി SCRTO റിസർച്ച് ഓഫീസർ ബിനീഷ് PU മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ TV.